രാവിലെ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കിനും നല്ല മഴക്കാറുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കുമെന്ന്. ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, അപ്പോൾ അംഗൻവാടി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ അവനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു എഴുന്നേക്കാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ടീച്ചർ അംഗൻവാടി മുട്ടായി വെച്ചിട്ടുണ്ടെന്ന്. അന്നേരത്തേക്കിനും ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു. ഇതിവിടുത്തെ നന്നൂർ ദേവീ ക്ഷേത്രമാണേ. അങ്ങനെ ഞങ്ങൾ അംഗൻവാടി എത്തി. അംഗൻവാടിയുടെ അടുത്ത് തന്നെയാണ് സ്കൂള്. ഇത് സ്കൂളാട്ടോ. അങ്ങനെ ഞങ്ങൾ അംഗൻവാടി എത്തി. അംഗൻവാടി എത്തിയപ്പോൾ നേരെ ടീച്ചർ അവിടെ പതാക ഉയർത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പേരും കൂടെ വരാനുണ്ടായിരുന്നു. പിന്നെ അവരെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ദേ ഈ സുന്ദരിക്കോത ഭയങ്കര വഴക്കാളിയായിരുന്നു. എന്നോട് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നു കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ പതാക ഉയർത്താനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലേക്ക് എല്ലാം നീങ്ങി. പിന്നെ ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഓരോ കൊടികൾ വെച്ച് കൊടുത്തു. ബഹുമാനീയനായ ശ്രീ പ്രകാശ് തെങ്ങൻതറയിൽ അദ്ദേഹമായിരുന്നു കൊടി ഉയർത്തുന്നത്. അങ്ങനെ അദ്ദേഹം പതാക ഉയർത്തി ദേശീയ ഗീതവും എല്ലാം ചൊല്ലി ചടങ്ങുകൾ പൂർത്തിയാക്കി. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. കുഞ്ഞു മക്കളുടെ കൂടെ കുറച്ച് നേരമെങ്കിലും സമയം ചിലവാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം. അതുപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടി കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും. അങ്ങനെ ആ ഒരു നിമിഷം മുന്നോട്ട് പോയത് അറിഞ്ഞതേയില്ല. പിന്നെ കുഞ്ഞുങ്ങളെ അമ്മമാരെയും കൂടെ ചേർത്തിരുത്തി ഒരു വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തു. പിന്നെ ടീച്ചർമാർ പായസം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മിഠായി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് അവസാനിച്ചു. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. ഇതവിടുത്തെ വലിയ സ്കൂളാണേ. അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. പെൻസിൽ കളങ്ങളെ പാർക്ക് പോലെ തന്നെ തോന്നും. പിന്നെ ഞങ്ങൾ കരുതി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അധികം ദൂരോട്ടൊന്നും പോയില്ല. KSEBക്കാർ അവിടെ മരം മുറിക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റയിലോട്ട് കിടക്കുന്ന കമ്പുകളൊക്കെ മുറിച്ച് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കണ്ടപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഈ റോഡെല്ലാം കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി കിടക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുമായിരുന്നു ഈ റോഡ്. കണ്ടത്തിൽ നിന്നും റോഡ് കവിഞ്ഞ് അപ്പുറത്തോട്ട് ഒഴുകുമായിരുന്നു. വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.